ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമായ ജൂലൈ 5 നാം ബഷീർ ദിനമായി ആചരിക്കുകയാണല്ലോ. ഈ ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില ഏടുകൾ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്ക് ശ്രവിക്കാം. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹമാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21 അദ്ദേഹം ജനിച്ചത്. ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? കൊച്ചു മുഹമ്മദ് എന്നാണ് ബഷീറിൻ്റെ യഥാർത്ഥ പേര്. ബഷീറിൻ്റെ പിതാവിൻ്റെ പേര്? കായി അബ്ദുറഹ്മാൻ എന്നാണ് പിതാവിൻ്റെ പേര്. ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? കുഞ്ഞാത്തുമ്മ എന്നാണ് ബഷീറിൻ്റെ അമ്മയുടെ മാതാവിൻ്റെ പേര്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഫാബി ബഷീർ എന്നാണ് പേര്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അപരനാമം എന്താണ്? ബേപ്പൂർ സുൽത്താൻ. ബഷീറിൻ്റെ മകൾ ഷാഹിന പ്രധാന കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ്? മാന്ത്രിക പൂച്ച. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായത്. ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ വന്ന ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബഷീറിൻ്റെ കൃതി ഏതാണ്? നേരും നുണയും. ബഷീറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബഷീർ തന്നെയാണ് അദ്ദേഹത്തെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത്. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മയുടെ അറകൾ എന്നാണ് ആത്മകഥയുടെ പേര്. ആകാശമിഠായി എന്ന കഥാപാത്രം ആവുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? പ്രേമലേഖനം. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏതാണ്?
ബാല്യകാല സഖി. ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേര് എന്ത്? പൂവമ്പഴം. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഭാർഗവീ നിലയം, ബാല്യകാല സഖി. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ്? ബാല്യകാല സഖി. ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചതാര്? എം കെ സാനു. ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേര് എന്താണ്? കഥാബീജം. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഭൂമിയുടെ അവകാശികൾ. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ബഷീറിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്? ഉപ്പ് സത്യാഗ്രഹം. ബഷീറിന്റെ കുടുംബകഥ എന്നും പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും വിശേഷിപ്പിക്കുന്ന കൃതി ഏത്? പാത്തുമ്മയുടെ ആട്. പ്രശസ്ത കവി ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കൃതി ഏത്? ഒഴിഞ്ഞ വീട്. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര് എന്താണ്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഏത് തൂലികാനാമമാണ് അദ്ദേഹം സ്വീകരിച്ചത്? പ്രഭ. ബഷീറിന്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ? തേന്മാവ്. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം? 1981. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത്? പത്മശ്രീ. പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ച വർഷം ഏത്? 1982 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആര്? ബാലാമണിയമ്മയാണ്. ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1977. ബഷീർ മരിച്ചതെന്ന് എന്നാണ് അദ്ദേഹം അന്തരിച്ചത്? 1994 ജൂലൈ 5.
ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ ബഷീറിൻ്റെ 3 കൃതികൾ ഏതൊക്കെയാണ്? യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. ബഷീറിൻ്റെ ചരമദിനം എന്ന്? ജൂലൈ 5. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? യാ ഇലാഹി. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.